മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ വേദനയോട് കൂടിയാണ്. കാരണം ഞാൻ ഇന്നൊരച്ഛനെ കണ്ടു. അച്ഛൻ പറയുകയാണ്, എൻ്റെ മകനെ ഞാൻ സ്നേഹം കൊടുത്തും ഒരു വിഷമവും അറിയിക്കാതെ വളർത്തുകയാണ് ചെയ്തത്. അവൻ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവൻ്റെ അമ്മയെയും സിസ്റ്ററെയൊക്കെ അവൻ ഇന്നലെ ഉപദ്രവിച്ചു. ഇങ്ങനെ പല പ്രാവശ്യവും പലരും വന്ന് പറയുന്നത് എനിക്ക് കേൾക്കാനിട വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹം പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതും ഈ കാര്യങ്ങൾ തന്നെയാണ്. കുട്ടികളുടെ പ്രതികാര ബുദ്ധി, ആരെയും എവിടെയും വെച്ച് ഇഞ്ചിഞ്ചായി ക്രൂരമായി, അത് സഹപാഠിയായാലും അച്ഛനായാലും അമ്മയായാലും ഭാര്യയായാലും കൊല്ലാൻ യാതൊരു മടിയുമില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ കാരണമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്, ഡ്രഗ്സിനോടുള്ള കുട്ടികളുടെ ആസക്തി. ഇപ്പോൾ ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് 5 വയസ്സ് വരെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുകയും പിന്നെ 10 വയസ്സ് വരെ ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുക, പിന്നെ അഡോളസൻസ് പീരീഡിൽ കൺഫ്യൂസ്ഡ് ആകുക, ചിലപ്പോൾ അഡോളസൻസ് പീരീഡിൽ തന്നെ ഇത്തരം സ്വഭാവ വൈകൃതങ്ങൾ കാണിച്ചു എന്ന് വരാം. പിന്നെ 18 വയസ്സ് കഴിഞ്ഞാൽ അവൻ സ്വതന്ത്രനായി. ഈ കാലഘട്ടം വളരെ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ എപ്പോഴും പറയും. നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഭാഷണങ്ങൾ അത് കുട്ടിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളായാലും ശരി, സാമ്പത്തികമായി ഏത് വിധേനയും ഉയർന്നു കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന ഗുണങ്ങൾ എപ്പോഴും സംസാര വിഷയമാകുന്നു. അതുപോലെ തന്നെ സിനിമ മാത്രമല്ല, നമ്മൾ ഏത് പേപ്പറായാലും വിഷ്വൽ മീഡിയാസ് ആയാലും എല്ലാം തുറന്നു കഴിയുമ്പം അതിൽ കൂടെ കിട്ടുന്ന അറിവുകൾ, പലരും പല വർത്തമാനം പറയുന്ന സമയത്ത് അവനവൻ്റെ ഭാഗം ശരിയായിരിക്കണം, അതിനുവേണ്ടി ഏത് അൺപാർലമെൻറ്റേറിയൻ വാക്കുകൾ എന്ന് പറയും അത് ഉപയോഗിക്കാനും മടിയില്ല. ഇവിടെയെല്ലാം സ്വന്തം കാര്യം ജയിക്കണമെങ്കിൽ ഉറക്കെ ശബ്ദിക്കണമെന്നും പ്രതികാര ബുദ്ധിയോടെ ആരെയും എന്തും ബഹുമാനമില്ലാതെ സംസാരിക്കാമെന്നും ഒക്കെ ആ കുട്ടിയുടെ മനസ്സിൽ തോന്നുന്നെങ്കിൽ അതിന് യാതൊരു കുറ്റവും പറയാൻ സാധിക്കില്ല. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ സൽക്കാരങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒന്നെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയോ ആരെങ്കിലും കൂടുതൽ സന്തോഷമുള്ളവരാകും, ചിലർ തിരിച്ച് വൈരാഗ്യമുള്ളവരായ കുട്ടിയെ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി ഒരിക്കൽ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ ഡ്രങ്കാർഡൊന്നുമല്ല, പക്ഷേ ബിയർ കുടിക്കും. ആ സമയം അച്ഛൻ്റെ ഫ്രണ്ടിനെ കുത്തിക്കൊല്ലാനാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ വേറൊരു കുട്ടി പറഞ്ഞു, അച്ഛൻ കുടിക്കുന്ന എനിക്കിഷ്ടമാണ്, കാരണം വൈകിട്ട് വരുന്ന സമയത്ത് പൊറോട്ടയും ബീഫും കിട്ടുമെന്ന്. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ ഇതെല്ലാം ഏത് തരത്തിലാണ് ഒരു ചിന്ത ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പറയാൻ പ്രയാസം. കുട്ടികൾക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നില്ല എന്ന് ഞാനിവിടെ വരുന്ന എല്ലാവരോടും പറയാറുണ്ട്. കുട്ടിയെ കൂടുതൽ സംരക്ഷിപ്പിക്കുക, പാമ്പറിങ് എന്നൊക്കെ പറയും. അതുകൊണ്ട് കുട്ടിയുടെ സ്വന്തം കാര്യം നോക്കാൻ പോലും അവരെ കൊണ്ട് സമ്മതിപ്പിക്കാതെ അമ്മയും അച്ഛനും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇതൊന്നും അവർക്കറിയില്ല. അവരാകെ കാണുന്നത് സുഖമായ സൗകര്യങ്ങളോട് കൂടിയ ഒരു ജീവിതം മാത്രമാണ്. അതും സ്വന്തം കാര്യം എളുപ്പം കഴിച്ചോളൂ വല്ലവരും വരുന്നതിന് മുമ്പെന്ന് പറയുന്നത് പോലെ ഷെയറിങ് കുട്ടിക്കറിയില്ല. അപ്പോൾ എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടണം, അത് മറ്റാർക്കും കിട്ടാൻ പാടില്ല. നമ്മൾ പല പല ഇങ്ങനെയുള്ള ഈ സ്നേഹ പ്രേമ ലൈഫുകളിലൊക്കെ കണ്ടിട്ടില്ലേ, ആ കുട്ടി വേറെ പോയാൽ നമ്മളവരെ ആസിഡ് ഒഴിച്ചോ കത്തിയെടുത്തോ കുത്തി കൊല്ലുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് മാത്രമുള്ളതാണെന്ന് അറിയാതെ കുട്ടികളുടെ മനസ്സിൽ വരുന്നുണ്ട്. ഇത് കുട്ടികളുടെ കഥയാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ ഈ അഡോളസൻസും കഴിഞ്ഞ് യുവത്വത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഒന്നുകിൽ ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സോ പാസ്സായി കഴിയുമ്പം അവനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടുന്നില്ല ഒരു ജോലിയോ ഒരു സാമ്പത്തിക നേട്ടമോ കിട്ടുന്നില്ല. അപ്പോൾ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുറ്റം പറച്ചിലും അവരുടെ കളിയാക്കലും, ചിലപ്പോൾ അടുത്തുള്ള സാമ്പത്തികമായ ഉയരത്തിലുള്ളവനാണെങ്കിൽ ഇവിടുന്ന് അങ്ങ് പോയി പുറം രാജ്യങ്ങളിൽ പോയി പഠിക്കുകയും പണം ഉണ്ടാക്കി തിരിച്ചു വരികയൊക്കെ ചെയ്യുമ്പോൾ ഇവൻ്റെ മനസ്സിൽ അച്ഛനും അമ്മയോടെയും ഒരു പ്രതികാര ബുദ്ധിയാണ്.
എന്നെ എന്തുകൊണ്ട് ഇങ്ങനെ വിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ മകനായിട്ട് ജനിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി പണ്ട് കാലത്ത് മടിയിൽ പിടിച്ചു കിടത്തി അമ്മമ്മമാർ തലമുടിയുടെ ഇടയിൽ കൂടെ കൈവരൽ ഇങ്ങനെ ഓടിച്ചിട്ട് ഓരോ കഥകളും ഒരു ഹീറോയെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇന്ന് നമുക്ക് ഹീറോസ് ഇല്ല പറഞ്ഞു കൊടുക്കാൻ. മൂല്യം കാണിക്കുന്ന പുസ്തകങ്ങളോ പഠനങ്ങളോ സിലബസോ യാതൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഓട്ടമാണ്. അച്ഛനായാലും അമ്മയായാലും അയൽപക്കത്തോട്ട് നോക്കി അവിടെ ആയാലും എവിടെ ആയാലും ചീറിപ്പായുന്ന കാറുകൾക്കിടയിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും തിരക്കാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇവരെയൊക്കെ അടുത്ത് ചേർത്ത് നിർത്താനും എല്ലാം കൊടുക്കും, സ്നേഹവും കൊടുക്കും. പക്ഷേ സ്നേഹം പ്രകടിപ്പിക്കാതെ കൊടുക്കുന്ന സ്നേഹവും ഉത്തരവാദിത്വമില്ലാതെ കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്ന സമയത്ത് കുട്ടികളായാലും യുവാക്കളിലായാലും ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നുണ്ട്, നിരാശാബോധമാണ്. ഞാൻ ഇതുവരെ പഠിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ പണവും അതേപോലുള്ള സാമൂഹ്യ സ്റ്റാറ്റസ് എന്ന് പറയും, ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഇന്നതാണെന്നൊരു തെറ്റായ ധാരണ ആളുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സ്ഥിരാകേന്ദ്രങ്ങളിലായാലും ഓരോ ആഘോഷങ്ങൾ കഴിയുമ്പോഴും കേട്ടിട്ടില്ലേ, ഇന്ന ഡിസ്ട്രിക്റ്റിലാണ് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ വിറ്റത്, അപ്പോൾ അത് അത്രയും നമ്മുടെ പണം നമുക്ക് ചിലവാക്കാൻ കിട്ടുന്നു എന്നുള്ള ഒരു ധാരണയോടുകൂടി ഇങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും കുട്ടികൾക്ക് ഒരു സുരക്ഷിത ബോധമോ അല്ലെങ്കിൽ നിനക്ക് ഞാനുണ്ടെന്ന് പറയാനോ സമൂഹമോ അച്ഛനോ അമ്മമാരോ ഇല്ല. വിദ്യാലയങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. അവിടെയും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ടീച്ചർ ഉള്ളത് എന്ന് പറയുകയോ അല്ലെങ്കിൽ നീ നന്നാവട എന്ന് പറയുന്ന ഒരു ടീച്ചറെയോ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സമൂഹത്തിലും ഭരണതലത്തിലും ഇത്തരം മാറ്റങ്ങൾ വരികയാണ് ആവശ്യം. എല്ലാവരും ഓടി നടന്ന് സംസ്ഥാനം മുഴുവൻ ഓടി നടന്ന് പ്രശ്നങ്ങളെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ പ്രശ്നത്തിലുണ്ടാകുന്ന ദൂഷ്യങ്ങളെക്കുറിച്ച് പറയും. ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് ആരും പറയുന്നതായി കേൾക്കുന്നില്ല. നമ്മൾ ബോധവൽക്കരണം എന്ന് പറയുന്നത് പ്രശ്നത്തെയും പ്രശ്നത്തിൻ്റെ രോഗങ്ങളെയും കുറിച്ച് പറയുന്നത് മാത്രമല്ല, ഇതെങ്ങനെ പരിഹരിക്കണം എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റ് കൂടി ചെറിയ ചെറിയ സംഘങ്ങളായി ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രശ്നമല്ല പ്രശ്ന പരിഹാരമാണ് ആവശ്യം എന്ന് നമുക്ക് തോന്നും. തൽക്കാലം ഇവിടെ നിർത്തിക്കാണ്. വേറൊരു ചോദ്യോത്തരവുമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.